നമ്മളെക്കാൾ ബോധമുള്ള, നമ്മളെക്കാൾ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള മുസ്ലിം സമുദായത്തിന്റെ ആരോഗ്യപരമായ സംഘ സംവിധാനത്തിൽ അത്യാഗ്രഹമുള്ള ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങളും തന്റെ കൂടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും അന്ന് പരസ്യമായി പറഞ്ഞു, ബ്രിട്ടീഷുകാരന്റെ കൂട്ടക്കശാപ്പിൽ കൊല്ലപ്പെടുന്ന മനുഷ്യന്റെ ജീവനല്ല പ്രശ്നം, അന്ത്യനാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന മുസൽമാന്റെ ഈമാൻ ചോർത്തിക്കൊണ്ടുപോകുന്ന വിദൈകളുടെ വരവാണ് അപകടം, അതിനെ പ്രതിരോധിക്കലാണ് പണ്ഡിത ധർമ്മം എന്നെഴുതി വെച്ചു ബഹുമാനപ്പെട്ട സമസ്തയുടെ ഭരണഘടനയിൽ. ഭേദഗതിയില്ലാതെ ഇപ്പോഴും നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ നയിക്കുന്ന ഭരണഘടനയിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ ദൗത്യമാണ് നൂറ്റാണ്ടൊന്ന് പിന്നിടാൻ പോകുമ്പോഴും ബഹുമാനപ്പെട്ട സമസ്ത നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സമസ്തയുടെ പ്രത്യേകതയും. കേരളത്തിൽ എത്രയാണ് മുസ്ലിങ്ങളുടെ പേരിലുള്ള സംഘടനകൾ ഉണ്ടായത്, മതസംഘടനകൾ ഉണ്ടായത്. ആ സംഘടനകൾക്കെതിരിൽ എന്തുകൊണ്ട് സമസ്ത വേറിട്ട് നിൽക്കുന്നു എന്ന് നിഷ്പക്ഷമായി പരിശോധിക്കണം, നിഷ്പക്ഷമായി വിലയിരുത്തണം. പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് സമസ്തയാണോ, മറ്റേതെങ്കിലും പ്രസ്ഥാനക്കാരാണോ? ഇവിടെ വിഭാഗീയതക്ക് വളം വെച്ച് കൊടുക്കുന്നത് സമസ്തയാണോ, മറ്റേതെങ്കിലും വിഭാഗങ്ങളാണോ? കൃത്യമായി വിലയിരുത്തണം. ഓരോന്നിന്റെയും അടിസ്ഥാനം പറയാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. വളരെ കൃത്യമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളുടെ മതബന്ധത്തെക്കുറിച്ച് കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ച് പലരും പറയുന്ന ചില പരാമർശമുണ്ട്. സമസ്ത വിഭാഗീയതക്ക് കൂട്ടുനിൽക്കുന്നു, സമസ്ത സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്നു, സമസ്ത ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയതക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയാറുണ്ട്. നിഷ്പക്ഷമായി നിങ്ങൾ ആരെങ്കിലും ഒന്നിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും സമസ്തയുടെ ഇടപെടലിലുള്ള അപാകത കൊണ്ട് വിഭാഗീയത വളർന്നു വന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. മറ്റേതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഖാദിയാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് ആർജവത്തോടുകൂടെ സമസ്ത പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അവര് ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവസാനത്തെ പ്രവാചകർ എന്നതാണ് മുസ്ലിമിന്റെ വിശ്വാസം. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ അതിനുശേഷം വന്ന പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഖാദിയാനികൾ. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിന് പാണ്ഡിത്യം വേണ്ട, അതിന് ഗവേഷണം നടത്തേണ്ട, അതിന് സാധാരണക്കാരന്റെ ബുദ്ധിമതി. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് കൃത്യമായ വിശദീകരണം ബഹുമാനപ്പെട്ട സമസ്ത കൊടുത്തിട്ടുണ്ട്. മറ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമസ്തയുടെ നിലപാടെന്താ, അവരെ കുറിച്ചുള്ള സമസ്തയുടെ കാഴ്ചപ്പാടെന്താ? വളരെ കൃത്യമായി പറഞ്ഞു. അവര് മുബത്തദികളാണ്, അവര് മുബത്തദിയാണ്, പുത്തൻ വാദമാണ്. പഴമയിൽ നിന്ന് ഈ സമുദായത്തെ റാഞ്ചിക്കൊണ്ടുപോകാൻ വന്ന വിഭാഗമാണ് അവര്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സമസ്ത പറഞ്ഞത് അങ്ങനെയാണ്. മുജാഹിദ് വിഭാഗങ്ങളെ കുറിച്ച് സമസ്ത പറഞ്ഞത് അങ്ങനെയാണ്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇവിടെ നാട്ടിൻ പുറങ്ങളിൽ മുളച്ചു പൊന്തിയ തരീഖത്തുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സമസ്ത സമുദായത്തോട് തുറന്നു പറഞ്ഞതും അവര് ബിദ്അത്തുകാരാണ്, മുബ്തദികളാണ്, അവര് പുത്തൻ ചിന്താഗതിക്കാരാണ്. നേർവഴിയിലുള്ള ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ റാഞ്ചിക്കൊണ്ടുപോകുന്നവരാണ് അവരെന്നാണ് പറയുന്നത്. എവിടെയും സമസ്ത അവര് കാഫിറാണെന്ന് പറഞ്ഞില്ല, അവര് മുശ്രിക്കാണെന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആളുകൾ മുസ്ലിം അല്ല എന്ന് വിശ്വസിക്കുന്നവരല്ലേ അപ്പുറത്ത് പള്ളി ഉണ്ടാക്കിയത്? ഈ ഇരിക്കുന്ന ആളുകൾ മുസ്ലിം അല്ല എന്ന് വിശ്വസിക്കുന്നവരല്ലേ ബൈത്തുസ്സക്കാത്തിന് വേണ്ടി പിരിവ് നടത്താൻ വേണ്ടി ആളുകളെയും കൂട്ടി നാട് നീളെ തെണ്ടി നടക്കുന്നത്? ഈ ഇരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളല്ല എന്ന് വിശ്വസിക്കുകയും തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരല്ലേ ഇവിടെയുള്ള നല്ലൊരു വിഭാഗം സംഘടനകൾ? ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാണ് വിഭാഗീയതക്ക് കൂട്ടുനിൽക്കുന്നത്? ആരാണ് മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത്? 20 റക്അത്തെ സമസ്തയുടെ പള്ളികളിൽ തറാവീഹ് നിസ്കരിക്കൂ. 20 നിസ്കരിക്കുന്നവർ 20 നിസ്കരിച്ചോട്ടെ, 10 നിസ്കരിച്ചു പോകുന്നവർക്ക് പോകാം, ആരും തടയൂലല്ലോ. 8 നിസ്കരിച്ചു പോകുന്നവർക്ക് അങ്ങനെ പോകാം, ആരും തടഞ്ഞു വെക്കാറില്ലല്ലോ.
തീരെ നിസ്കരിക്കാതെ ഫർളും നിസ്കരിച്ചു പോകുന്നവൻ അങ്ങനെ പോയിക്കോട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത ഞങ്ങളുടെ പള്ളിയിൽ 8 നിസ്കരിക്കുന്നവൻ കയറരുതെന്ന് പറയാറില്ല. 20 നിസ്കരിക്കുന്നവനെ കയറാൻ പാടുള്ളൂ എന്ന് പറയാറില്ല. എന്നാൽ അപ്പുറത്ത് 8കാരന്റെ പള്ളിയിൽ പോയി 20 നിസ്കരിച്ചാൽ അവിടെ തടയുന്നത് എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആരാണ് പ്രശ്നക്കാര്? സമുദായത്തിലെ വിഭാഗീയത ഉണ്ടാക്കുന്നത് നിഷ്പക്ഷമായി സമസ്തയുടെ പ്രവർത്തകരോടല്ല ഞാൻ പറയുന്നത്. ഈ ശബ്ദം ശപിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നു എന്ന് പൊതുവേദി കെട്ടി പരസ്യമായി പ്രസംഗിക്കുന്ന പലരുമുണ്ടല്ലോ നമ്മുടെ നാട്ടില്. വിഭാഗീയത ഉണ്ടാക്കരുത്. ഇവിടെ ഫാഷിസം നമ്മുടെ മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിയാടുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകൾ ചിന്തിക്കണം, ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും സമസ്തയുടെ പള്ളിയിൽ മറ്റൊരു വിഭാഗത്തിൽ വന്ന ആള് വന്ന് 8 നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുമ്പോ തടയാറുണ്ടോ? നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആ നടത്തുമ്പോ കൈ ഉയർത്താതെ അവിടെ തന്നെ ഇരുന്നത് കൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ആള് നിസ്കരിച്ച് പ്രാർത്ഥനക്ക് ഇരിക്കാതെ എഴുന്നേറ്റ് പോയാൽ അവനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. സമസ്തയുടെ ലൈൻ സമാധാനത്തിന്റെ ലൈനാണ്. സമസ്തയുടെ വഴി അത് സമാധാനത്തിന്റെ വഴിയാണ്. വിഭാഗീയതക്ക് കൂട്ടുനിൽക്കുന്ന വഴിയല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴി. സമസ്ത ഇവിടെ ഉണ്ടാക്കി വെച്ച മനോഹരമായ ഒരു പാഠമുണ്ട്, മനോഹരമായൊരു വഴിയുണ്ട്. ആരെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയല്ലേ? ആ ബഹുമാനത്തിന്റെ മാനദണ്ഡം പറഞ്ഞു കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആരാണ് ആലിമിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചത്? സമസ്തയാണ്. എന്താണ് മാനദണ്ഡം? ഇൽമാണ്. ഇൽമുള്ളവന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പഠിപ്പിക്കുന്നത് അറിവുള്ളവർക്ക് ആദരവിന് അർഹതയുണ്ട് എന്നാണ്. അറിവ് ആദരവിനുള്ള മാനദണ്ഡമാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയാണ്. അറിവ് പഠിക്കുന്ന മുതഅല്ലിമിനെ കണ്ടാൽ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നാട്ടിൻപുറങ്ങളിലെ കാരണവന്മാരെ മാനസികമായി മാറ്റിയെടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട സമസ്ത. പിന്നെ ആദരിക്കാനുള്ള മറ്റൊരു മാനദണ്ഡം എന്താണ്? പ്രായമാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചത് സമസ്തയാണ്. ആ പ്രായമുള്ളവന് അറിവിന്റെ കുറവുണ്ടെങ്കിലും വയസ്സിന്റെ ഇളവുള്ളവർ ആദരവ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ പാഠപുസ്തകങ്ങളാണ്, നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ. മറ്റൊരു വിഭാഗം അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് ആലിമാവണമെന്നില്ല. ഇൽമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ആദരവുണ്ട്. ഇൽമുണ്ടെങ്കിൽ അതിനൊന്നുകൂടി ക്വാളിറ്റി കൂടും. ഇൽമില്ലെങ്കിലും ആദരിക്കപ്പെടേണ്ട വിഭാഗമാണ് അഹ്ലുബൈത്ത്. അതുള്ളതാണ്, ആദരിക്കപ്പെടേണ്ടവരാണ് അഹ്ലുബൈത്ത്. തങ്ങന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നില്ലെന്ന് പറയുന്ന, അതിനുവേണ്ടി മൈക്ക് കെട്ടി പലപ്പോഴും പ്രസംഗിച്ച, അതിനുവേണ്ടി തങ്ങളുടെ പാഠപുസ്തകം ഉപയോഗപ്പെടുത്തിയ, അതിനുവേണ്ടി തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയ സംഘടനകളാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളോട്, SKSSF-ന്റെ പ്രവർത്തകരോട് അഹ്ലുബൈത്തിനെ ആദരിക്കാത്തവരാണ് നിങ്ങളെന്ന് പറയുന്ന ലജ്ജയില്ലാത്ത വാദം പറയുന്നത് എന്ന് തുറന്ന് പറയേണ്ടി വന്നിരിക്കുക. അഹ്ലുബൈത്തിനെ ആദരിക്കാൻ ഈ സംഘ സംവിധാനത്തെ പഠിപ്പിക്കാൻ മാത്രം വളർന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ ജന്മം കൊണ്ടിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സമസ്തയാണ് ചെയ്തത്. അഹ്ലുബൈത്തേ ഇല്ലെന്ന് പറയുന്ന, അത് നേരത്തെ അസ്തമിച്ചു പോയി എന്ന് പറയുന്ന വിഭാഗമാണ് അഹ്ലുബൈത്തിനെ ആദരിക്കാത്തവരാണ് SKSSF-കാരി എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സമൂഹത്തിന്റെ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ആദരവിന്റെ ബാലപാഠം ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആദരിക്കേണ്ട ആളുകളുടെ മാനദണ്ഡം പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് ഒരു അണുവിള വ്യതിചലിക്കാതെ മുന്നോട്ട് പോയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട സമസ്ത.